ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ ഒരു വർഷക്കാലം ഒക്കെയും കർത്താപ്പച്ചൻ നമ്മളെ പരിപാലിച്ചു, ജയത്തോടെ നടത്തി. പുതിയ വർഷത്തിലേത് 2-ാം മാസം ഒടുവിൽ ആയിരിക്കുന്നു. കർത്താവ് എത്രമാത്രം നമ്മളെ പരിപാലിച്ചു, ദൂതന്മാരെ കാവൽ നിർത്തി, രക്തം കൊണ്ട് മുദ്രയിട്ട് സൂക്ഷിച്ചു. നമ്മുടെ കണ്ണുനീര് കാണുന്ന ആരാണ്? നമ്മുടെ ദൈവമാണ്. നമ്മുടെ മനസ്സിന് സമാധാനം തരുന്ന ആരാ? നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തിൽ നമ്മൾക്ക് സമർപ്പിച്ച് ജീവിക്കുക. ദൈവം കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്. അതുപോലെ സമാധാനം നൽകി തരുന്ന ആളാണ് നമ്മുടെ ദൈവം. അവയുടെ മാർവിച്ചാര് ജീവിച്ചാൽ എത്രയോ സന്തോഷമാണെന്നറിയാമോ? കുഞ്ഞുങ്ങളെല്ലാവരും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവസന്നിധി കടന്നു പോവുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം വേറെ ഒന്നാണോ? നിങ്ങളുടെ ഓരോ ഏച്ചുകളിലും നിങ്ങൾക്ക് വേണ്ടുന്ന നന്മകളാൽ നിറയ്ക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടായിരിക്കണം. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ബൈബിൾ വായനയുണ്ടായിരിക്കണം. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആരാധന ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ പോകുന്നു അതിനു മുമ്പ് ദൈവസന്നിധി സമർപ്പിച്ച് ആ വിഷയത്തെക്കുറിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നോക്കിക്കേ. അതിന്മേൽ വിടുതൽ നിങ്ങൾക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. സകലവിധ രോഗത്തെ സൗഖ്യമാക്കുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം ആദ്യം മുതലുള്ള വേദഭാഗങ്ങളെ ആസ്പദമാക്കിയാണ് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടൻ, അപ്പം പിറന്നതേ കുരുടനായിട്ടാണ് അവൻ പിറന്നത്. മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട് റബി, അപ്പോൾ ശിഷ്യന്മാർ എന്ത് ചെയ്യുന്നു? അവനോട് പറയാണ്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു? അപ്പം ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആരാണ് പാപം ചെയ്തത്? ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല. അവൻ്റെ അമ്മയപ്പന്മാരെ പാപം ചെയ്തിട്ടില്ല. ദൈവ പ്രവൃത്തി അവങ്കിൽ വെളിപ്പെടേണ്ടതിനത്രേ എന്ന് പറഞ്ഞു. എന്തെന്നാൽ എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്തൊരു രാത്രി വരുന്നുണ്ടോ? യേശു പറയാണ്, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന വാക്യമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി. ഇങ്ങനെ പറഞ്ഞ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? നിലത്ത് തുപ്പിയിട്ട് തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി. എന്തുകൊണ്ട്? അവൻ നിലത്ത് തുപ്പിയിട്ട് തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കിയിട്ട് ചേർ അവൻ്റെ കണ്ണിന്മേൽ പൂശി. ആ കുരുടൻ്റെ പിറവിയിലെ കുരുടനായിരുന്ന കുരുടൻ്റെ കണ്ണിൽ ഈ ചേർ പൂശുകയാണ് ചെയ്തത്. എന്നിട്ട് അവനോട് പറഞ്ഞു, ആ കുരുടൻ്റെ കണ്ണിൽ കർത്താപ്പച്ചൻ ഈ ചേറൊക്കെ പുരട്ടിയതിന് ശേഷം കുരുടനോടെല്ലാം പറഞ്ഞു, നീ എന്നിട്ട് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലാഹോം എന്ന വാക്കിന് അർത്ഥം എന്താ? അവൻ അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി. അവൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താനായിട്ട് വന്ന ആളാണ് ദൈവം. അതുകൊണ്ട് അയക്കപ്പെട്ടവനെന്നും പറയുന്നത്. അവൻ പോയി കഴുകി കണ്ണു കാണുന്നതിനെ മടങ്ങി വന്ന അയൽക്കാരും അവനെ മുമ്പേ ഇരിക്കുന്നവനെ കണ്ടവർ, ഇവനല്ലയോ അവിടെ ഇരുന്നത് ഭിക്ഷയാചിച്ചാൻ എന്ന് പറഞ്ഞു. കണ്ണൊന്നും കാണാതിരുന്ന് ഭിക്ഷയാചിക്കുന്ന ആളായിരുന്നു അവൻ തന്നെ എന്ന് ചിലരും, പലരും അവനെ പോലെയുള്ളവൻ എന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. നിങ്ങൾ പറയുന്ന ആൾ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. അവർ അവനോട്, നിൻ്റെ കണ്ണ് തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പം നിനക്ക് കണ്ണിന് കാഴ്ചയില്ലാതെ നീ ഇവിടുന്ന് യാചിക്കുമായിരുന്നില്ല, അപ്പം നിൻ്റെ കണ്ണ് തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചതിന് അവൻ, യേശു എന്ന പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിനെ പൂശി ശീലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് പറഞ്ഞു. എന്നാണോ ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എവിടെയെന്ന് അവർ അവനോട് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവരും ചോദിച്ചു, അവൻ എന്തിയെ? നിൻ്റെ കണ്ണിന് കാഴ്ച തന്ന ആൾ എന്തിയെ? അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഇങ്ങനെ ആൾ ചെയ്തു, ഇങ്ങനെയാണ് എൻ്റെ കണ്ണിന്മേൽ പൂശിയത്,
ചേറുണ്ടാക്കി. അതിന് ശേഷമാണ് എനിക്ക് കാഴ്ചയുണ്ടായി. ശീലോഹം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇങ്ങനെ ആ ഒരു പ്രയാസത്തിൽ നിന്ന് കർത്താപ്പച്ചൻ എന്നെ വിടുവിച്ചു. ഇത്ര കണ്ണ് കാണാൻ മേലാത്ത എത്ര പേരുണ്ട്, ചെവി കേൾക്കാൻ മേലാത്ത എത്രയോ പേരുണ്ട്, നടക്കാൻ മേലാത്ത എത്രയോ പേരുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ശരീരത്തിൽ എപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് പറയാനൊക്കത്തില്ല. ചിലപ്പം കണ്ണിന് കാഴ്ച കുറയും, ചിലപ്പം ചെവിക്ക് കേൾവി കുറയും, ചിലപ്പം സംസാരിക്കാൻ പറ്റാതെ വരും, ചിലപ്പം കാലിന് മുടന്ത് പോലെ വരാം. ഇതെല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതിന്മേൽ വിജയം തരുവാൻ, ഇതിന് സൗഖ്യം തരുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. ആ ദൈവത്തെ സമർപ്പിച്ച് എല്ലാവരും മുമ്പോട്ട് പോവുക. ഈ മെസ്സേജുകളൊക്കെ കേൾക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം. ഞാൻ നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചോളാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.